അങ്ങനെ ഗൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ കണ്ണൂർ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. സോ ഞാൻ മഴക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ടെമ്പിൾ, അതുപോലെ നമ്മുടെ ഈ ഒരു അമ്പലക്കുളം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നടുവിലായിട്ട് മത്സ്യകന്യകയൊക്കെ ഉള്ളൊരു മത്സ്യകന്യയുടെ പ്രതിമ ഒക്കെ ഉള്ള ഒരു കുളം. അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് ഞാൻ ഡാൻസൊക്കെ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡാൻസും 2-3 റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതേ ഇതാണ്, കണ്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അതേ ഞാനിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങളിത് പോകുന്ന വഴിക്ക് ഇതുപോലെ ബീച്ച് ഉണ്ട് കേട്ടോ. ഒരു ബീച്ചിൻ്റെ സൈഡ് നമുക്കിങ്ങനെ കാണാൻ പറ്റുമേ. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഒരു ബീച്ചിൻ്റെ സൈഡാണ്. കാണാനായിട്ട് നല്ല എസ്തറ്റിക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോട്ടിൽ നിർത്തിയിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വിഷ്വൽ മാത്രമേ എടുത്തുള്ളൂ. മീൻസ് കാറിലിരുന്നിട്ട് തന്നെ ഒരു വിഷ്വൽ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ധർമ്മടം ബീച്ചിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ച് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് തന്നെ പോകുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, ഭയങ്കര എസ്തറ്റിക്കല്ല, മീൻസ് കേർവ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു പാർക്കും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബീച്ചിൻ്റെ പാർക്കും വരുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതേ കണ്ട, ഇതൊരു പാർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട്, റോഡ് സൈഡിലായിട്ടാണ്. അതിൻ്റെ വണ്ടി തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ ഒരു മരങ്ങൾ നട്ടതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മാൻഗ്രൂവ് പോലെ, കണ്ടൽ അതുപോലെയൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ ഒരു മീൻസ് സൈഡാക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറി. മീൻസ് അവിടെ ജസ്റ്റ് കേട്ടോ, ബീച്ചിൻ്റെ ചെറിയൊരു സൈഡ് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ധർമ്മടം പോലീസ് സ്റ്റേഷനാണ് കേട്ടോ, നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ വേണ്ടേ ഈ കാണുന്നത് കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു സൺസെറ്റ് ഉണ്ടല്ലോ. ഈ ഒരു സൺസെറ്റ് പോലും നമ്മുടെ ഈ റോഡൊക്കെ ഭയങ്കരമായിട്ട് ഷൈനി ആയിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, ട്രാഫിക് നമ്മുടെ വടകര ഭാഗം എത്താനായിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന് വടകരയിലോട്ട് പോകുമ്പോഴും അന്ന് ഇവിടെ ട്രാഫിക് വരും. അന്ന് നല്ല എപ്പോഴും ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ട്രാഫിക്കിൽ നിന്ന് പിന്നെ ഒരു ഈവനിങ് ആയ ടൈമിൽ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് എത്താൻ മീൻസ് തിരിച്ച് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ അതേ ട്രാഫിക് മീൻസ് ഈ ഒരു ഇത് ഈ നമ്മുടെ ഈ സിഗ്നലിൻ്റെ ഇതുണ്ടാവില്ലേ, അത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി മീൻസ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല മീൻസ് നല്ല അടിയിൽ നല്ല മീൻസ് കവർ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടോ. മരങ്ങളൊക്കെ അങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇനി ഇപ്പോൾ പോയിട്ട് കുറച്ച് ദൂരം കൂടി ഉള്ളൂ അവരുടെ വീട്ടിൻ്റെ അവിടേക്ക് എത്താനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് റോഡ് എങ്ങാനുമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി ഉണ്ടല്ലോ, ലൊക്കേഷൻ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഗൂഗിൾ അമ്മച്ചി ഉണ്ട്, അത് അവർ പറഞ്ഞോളും. അങ്ങനെ ഞങ്ങൾ രാത്രിക്കാട്ടോ എത്തിയത്. സാധനങ്ങളും അങ്ങനെയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ രാത്രിയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അവരുടെ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിട്ട് ഇത് മോർണിംഗിലുള്ള വിഷ്വലാണ്. ഞങ്ങൾ മോർണിംഗത്തെയാണ് എടുത്തത്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ വന്നപ്പോഴും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അത് എൻ്റെ ഞാൻ ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കട്ടെ. ചെരുപ്പിടാൻ കഷ്ടപ്പെടുന്നൊരു കഷ്ടപ്പാടേ. പിന്നെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വന്നത്. എന്നിട്ട് അനിയൻ പറയണേ, കുട്ടികളുടെ സൗണ്ടുള്ള പൂച്ചയെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനതേ ഇങ്ങനെ മീൻസ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മീൻസ് ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുവാണേ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ, നല്ല തണുപ്പ്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ നടന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ അനിയൻ്റെ കുറച്ച് അഭ്യാസങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടോളൂ. ഇപ്പോൾ കാണിച്ചു തരാം. റെഡി, 1 2 3 ഗോ. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അവൻ്റെ അഭ്യാസങ്ങളൊക്കെ. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ട്. ഇതാണ് അവൻ്റെ അഭ്യാസം. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിയേ. പിന്നെ പറയുക. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് മക്കളെ. അങ്ങനെ ഗൈസ്, ഞാൻ നമ്മുടെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മേക്കപ്പ് പരിപാടി ഇനി അങ്ങോട്ട് ഫുള്ളുള്ളത് നമ്മുടെ മേക്കപ്പാണ്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ മുടക്കാൻ പറ്റാത്ത അതിഥിയായ നമ്മുടെ സൺസ്ക്രീൻ അദ്ദേഹത്തെ വെൽക്കം ചെയ്തതിൻ്റെ മുഖത്തോട്ട് അങ്ങോട്ട് പുരട്ടി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സൂര്യേട്ടനെ പിന്നെ പറയണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പാ തോന്നുന്നു നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വന്നിട്ടുള്ളത്. അങ്ങനെ ഞാനത് സൺസ്ക്രീമൊക്കെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടിയ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ കുറയണ്ട, കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് കൂടുതൽ കിട്ടി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, ഇനിയിപ്പോൾ നമുക്ക് അവസാനം നമ്മുടെ നെക്സ്റ്റ് സംഭവം സൺസ്ക്രീം തേച്ച് നമ്മൾ ആദ്യം തന്നെ തേക്കാറുള്ളത് നമ്മുടെ ഗ്ലൂട്ടാഹൈ ആണ്. എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാനും ഗ്ലൂട്ടാഹൈ തപ്പുകയാണ് കേട്ടോ. തപ്പിയിട്ടും കിട്ടുന്നില്ല. അവസാനം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചിട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഗ്ലൂട്ടാഹൈനെ പറ്റി പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നല്ല സാധനമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഡ്യൂറേഡിയൻസ് ആണ്, അതൊക്കെ തന്നെ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. ഞാനിങ്ങനെ മീൻസ് നല്ല സാധനങ്ങളൊക്കെ തേക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീഴുകയും ചെയ്തിട്ടോ. ആക്ട് ചെയ്തു, നല്ല റിയൽ തന്നെയാണ്.
അങ്ങനെ ഞാൻ അതും ഇങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ മുഖത്തിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. മീൻസ് വെള്ളം തേച്ച് വെച്ച മാതിരി ആയിരിക്കും കേട്ടോ. നല്ല രസം ഉണ്ടായിരിക്കും. മീൻസ് ഫേസിലൊക്കെ നന്നായിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ സ്മെല്ലും തണുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഞാൻ നന്നായിട്ട് അതും തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനത് നമുക്ക് നമ്മുടെ എന്താ പുരാതന പെട്ടി തുറക്കാം. പുരാതനത്തിലെ സാധനങ്ങളൊന്നുമല്ല, പുരാതന പെട്ടിയാണെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് തന്നെ കേട്ടോ. അങ്ങനെ ഞാനത് പോക്കറ്റ് ഗ്ലോ മീൻസ് അതിൻ്റെ ചെറുതായിട്ട് ഞാൻ മേടിച്ചത്. മീൻസ് അധികം ഉള്ളതൊന്നും മേടിക്കാറില്ല, ഞാൻ ചെറുതാണ് മേടിക്കാറില്ല. പിന്നെ ക്യാമറയിൽ കാണിക്കുമ്പോൾ കുറച്ച് വലുതാവും, അതങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീം ഇല്ലേ, അതാണ്. അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ മീൻസ് ഞാൻ എന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആദ്യം ഞാൻ ഫൗണ്ടേഷനൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്തതിന്. പിന്നെ ഇതുപോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനത് എന്തോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. പക്ഷേ എനിക്കത് കിട്ടിയില്ല, പിന്നെ അത് മറക്കുകയും ചെയ്തു. അങ്ങനെ ഞാനത് ഫൗണ്ടേഷൻ ആദ്യം തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് പക്ഷേ ഞാൻ വിചാരിച്ചു ഇട്ട് കഴിഞ്ഞാലും വലുതായിട്ട് കാണിക്കില്ല. മീൻസ് കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിനേക്കാട്ടിലും കുറവായിട്ടാവും ചിലപ്പോൾ മുഖത്തിൽ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ബാക്കി മീൻസ് അടയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി പുറത്തേക്ക് തള്ളി വന്നു കേട്ടോ. അത് ഞാൻ ശരിക്കും അടയ്ക്കാഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തേച്ചത്. പക്ഷേ തേച്ച് കഴിഞ്ഞ് സ്പോഞ്ച് ഇട്ടപ്പോഴാണ് നന്നായിട്ട് കളറുണ്ടായിരുന്നു, നല്ല കളറുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് തുടച്ച് കളയേണ്ടി വന്നു എന്ന് പറയണം. ഞാനങ്ങനെ തുടച്ച് കളഞ്ഞു. ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിരുന്നേ. സ്പീഡ് കൂട്ടിയ സമയത്ത് മറ്റേ കൊറിയൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് മീൻസ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കില്ലേ, എന്നാൽ മാതിരിയായിരുന്നു കേട്ടോ. പിന്നെ അവസാനം പക്ഷേ വീണ്ടും ഞാൻ പാളിപ്പോയി, എൻ്റെ ഇതൊക്കെ പാളിപ്പോയി. ഞാൻ തേച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സാധാരണ പോലെ. എന്നാലും ഞാൻ 2 തുടക്കലൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പുതിയതായിട്ട് മേടിച്ച സംഭവം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ ആ കടയിൽ നിന്ന് കണ്ടപ്പോൾ നമ്മുടെ ലേറ്റാണ് നമ്മുടെ മെയിൻ പ്രശ്നമാണ് നമ്മുടെ ലേറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഈ ലേറ്റ് കാരണം എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭംഗിയായി തോന്നും. ഞാൻ വീട്ടിലെത്തുമ്പോഴോ തുള്ളി ഭംഗി ഉണ്ടാവില്ല. കടയിൽ നിന്ന് കണ്ട അത്ര ഭംഗി വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ ആ ലേറ്റും കണ്ട് മേടിച്ചതാണ് ഇതും. ഇത് തേച്ചപ്പോൾ എനിക്ക് മീൻസ് റിയലായിട്ട് ഫോണിലല്ലാതെ കണ്ടപ്പോൾ വലിയ ഇതൊന്നും തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരു റോസ് കളറൊക്കെ ആയിട്ട് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സാധനമായിരുന്നു. പിന്നെ മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല സാധനമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അങ്ങനെ ഞാനത് ഫേസിലൊക്കെ ഞാൻ ചെറിയ എല്ലാത്തും അപ്ലൈ ചെയ്യാതെ കുറച്ച് ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഞാനിങ്ങനെ ഫുൾ സ്പ്രെഡ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഫുള്ള് അതൊക്കെ ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എത്ര ഇതായി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മീൻസ് വിയർത്തിട്ട്, ചൂട് കാരണം വിയർത്തിട്ട് പോകുമല്ലോ AC ഇട്ടാലും അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കി കുറച്ച് നേരം ചിരിക്കുകയൊക്കെ ചെയ്ത് അതിന് നമുക്ക് നമ്മുടെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാനത് കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കലകളുടെ നേതാവായ കാജൽ ഡാസ്ലറിൻ്റെ ഐലൈനർ സ്റ്റിക്കാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണിലാണ് ആദ്യത്തെ കല സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇനി പെയിൻറ്റ് ചെയ്യല്ലേ, എന്തായാലും ചിത്രം വരച്ചു, എന്നാൽ പിന്നെ പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഐലൈനർ എടുത്ത് മുകളിലും കൂടി ഒന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. മുകളിൽ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം പിന്നെ ഞാൻ വരയ്ക്കണതാരും കാണണ്ട, അരമണിക്കൂർ നീളുന്ന പരിപാടിയാണ്. ഒന്ന് ശരിയായോ ഒന്ന് താഴും, അങ്ങനെയുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. അങ്ങനെ ഞാൻ ഈ ഐലൈനറൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പിന്നെ ചെറുതായിട്ടൊന്ന് റെഡി ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ അതും കൂടി അങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു. ഞാൻ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഞാനിപ്പോൾ ഐലൈനറൊക്കെ ഇട്ട് കൊടുത്തു, സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിത് മൊത്തം കണ്ട് ബോറടിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയത്. വല്ലാതെ നമ്മൾ സ്പീഡായെന്നൊരു ഡൗട്ടുണ്ട്, എന്നാലും സാരമില്ല, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനത് കമ്മലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കമ്മൽ കണ്ട് ഞാൻ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള കമ്മലൊക്കെ എടുത്തിട്ടോ. മറ്റേ ലാവൻഡർ ഉണ്ടല്ലോ എൻ്റെ മമ്മയുടെ കേട്ടോ. പിന്നെ ഞാനത് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടു. പിന്നെ എൻ്റെ മാലകളൊക്കെ ഇങ്ങനെ കെട്ടുകുടുങ്ങി കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തലയിലും കഴുത്തിലൊക്കെ പരീക്ഷിക്കുന്നുണ്ട് കണ്ടു. പക്ഷേ ഈ മാല എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. അതിൻ്റെ മുത്തൊക്കെ സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയതാണ്. പിന്നെ ഞാൻ അതേ ഇട്ടത് കേട്ടോ, മുത്ത് പോയതാണല്ലോ, അപ്പോൾ പിന്നെ നല്ലതിടാന്ന് വിചാരിച്ചിട്ടതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ മുടി കിട്ടിയിട്ടും എൻ്റെ മമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു മുടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേക്കിൽ കാണുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ആൾക്കാരും ഇതൊക്കെ. നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും ഷെയറൊക്കെ ചെയ്യണം. സോ സീ യു ഓൺ പാർട്ട് 3 കണ്ണൂർ വീഡിയോ. സോ ബൈ.